നമസ്കാരം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമഴയാണ്. ശിരൂരിലെ ദുരന്തമുഖത്ത് റിപ്പോർട്ടിങ്ങിനെത്തിയ അരുൺകുമാർ കാട്ടിയ അമിതാവേശം മറ്റുള്ള മാധ്യമപ്രവർത്തകരെ കൂടി വെള്ളത്തിലാക്കുന്നതായിരുന്നു എന്നതാണ് സത്യം. അപകട സ്ഥലത്തെ സമ്പൂർണ്ണ ചിത്രം പ്രേക്ഷകർക്ക് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിലൊരു പരിധിവരെയെങ്കിലും വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ രക്ഷാദൌത്യത്തിന് വേഗത കുറഞ്ഞതോടെ അതിനെതിരെ വിമർശനമുയർത്തി. ഇത് കർണാടക അധികാരികൾക്ക് സഹിച്ചില്ല. കർണാടക പോലീസ് ഇതോടെ മലയാള മാധ്യമങ്ങളെ രക്ഷാദൌത്യം നടക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കാത്ത അവസ്ഥയുമായി. അർജുന്റെ ലോറി മണ്ണിനടിയിൽ തന്നെയാണ് എന്ന വിധത്തിലായിരുന്നു ഡോക്ടർ അരുൺകുമാറിന്റെ ചില നിഗമനങ്ങൾ. ഇതിന്നലെ സൈന്യം ലോറി നദിക്കടിയിലാണ് എന്ന് കണ്ടെത്തിയതോടെ അരുൺകുമാറിനും സൈബറിടത്തിൽ ട്രോൾ മഴക്കളായിരുന്നു. അരുൺകുമാറും റിപ്പോർട്ടറും നെഗറ്റീവ് ന്യൂസ് നൽകിയെന്ന് SP തുറന്നടിക്കുക കൂടി ചെയ്തു. ഒരു ഘട്ടത്തിൽ പ്രതികരണം തേടിയ 24 ന്യൂസ് ചാനലിലെ ഹാഷ്മിയോട് താങ്കൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണോ എന്ന് പോലീസ് ചോദിച്ചു. റിപ്പോർട്ടർ അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഹാഷ്മി ചെയ്തത്. ഈ വീഡിയോ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളായി മാറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അരുണിനെ ട്രോളി ബൈജു സ്വാമി എഴുതിയത് ഇങ്ങനെയാണ്: അർജുന്റെ ട്രക്കും കൂടാതെ ലോക്കൽ കന്നഡികരും മണ്ണിടിഞ്ഞു വീണ് പുഴയിലാണ് എന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ കുത്തിയൊഴുകുന്ന ഗംഗാവലി നദിയിലായിരിക്കും. അപ്പോൾ മൊട്ടയും നദിയിൽ ചാടും എന്നുറപ്പാണ്. നദിയിൽ ചാടാൻ പോകുമ്പോൾ മൊട്ടയെ ആരും തടയരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലവൻ ഒഴുക്കിൽപ്പെട്ട് തീർന്നു കിട്ടിയാൽ അത്രയും അലമ്പു കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിനും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. ലവന്റെ കൂടെ മരം വെട്ട് ചാനലിലെ സ്റ്റാർ വാർത്താ അവതരണി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒരു വേള ആഗ്രഹിച്ചു പോകുന്നു സുഹൃത്തുക്കളെ. ഇങ്ങനെയുണ്ടോ അലമ്പ്? ഇത് പറയുമ്പോൾ സംസ്കാരശൂന്യൻ എന്ന് വിളിക്കരുതേ. അലമ്പില്ലാതെ വാർത്തകൾ കേട്ട് TV കണ്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. മീനവിയൽ മൊട്ട ആറ്റിൽ ചാടാൻ പോകുമ്പോൾ അർജുനെ രക്ഷിക്കാൻ ഞാൻ മാത്രം മതി എന്ന് ആക്രോശിച്ച് മൊട്ടയെയും മറ്റു മാപ്രകളെയും തടയുന്ന ദുരന്ത വിദഗ്ധനായ രഞ്ജിത്ത് ഇസ്രയേലിയൻ ചിത്രം നാസ പുറത്തുവിട്ടു. ഇങ്ങനെയായിരുന്നു ബൈജു സ്വാമിയുടെ പരിഹാസം.